الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ കിതാബു ത്വഹാറത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില അധ്യായങ്ങളാണ് സംസാരിച്ചു വന്നത്. ഇതിൽ നമുക്കിനി 2 അധ്യായങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത്. തയമ്മുമുമായി ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ ദർസിൽ പറഞ്ഞത്. ഇനി പറയുന്ന വിഷയം ബാബുൻ ഫി അഹ്കാമി ഇസാലത്തിൻ നജാസ, നജാസത്തുകളെ നീക്കം ചെയ്യുന്നതിൻ്റെ വിധികൾ, അതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നജസുകളെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ. മുസന്നിഫ് ഹഫിളഹുല്ല പറയുന്നു, ഫകമാ അന്നഹു മത്ലൂബുൻ മിനൽ മുസ്ലിമി അൻ യകൂന ത്വാഹിറൻ മിനൽ ഹദസി ഇദാ അറാദ സ്വലാ. ഒരു മുസ്ലിം നമസ്കാരത്തിന് ഉദ്ദേശിച്ചാൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത് അവനോടുള്ള തേട്ടങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞതാണ്. 2 രീതിയിലുള്ള അശുദ്ധിയുണ്ട്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം വുളൂഇലൂടെ, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം കുളിയിലൂടെ. അതേപോലെ തന്നെ ഫകദാലിക മത്ലൂബു മിൻഹു ത്വഹാറത്തുൽ ബദനി വസ്സൗബി വൽബുഖഅതി മിനൻ നജാസ. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നത് പോലെ തന്നെ ഒരാളുടെ വസ്ത്രം, ശരീരം, നമസ്കരിക്കുന്ന സ്ഥലം, ഇതും മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളതും അവനോടുള്ള തേട്ടങ്ങളിൽപ്പെട്ടതാണ്. അശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു നമ്മൾ ഇങ്ങനെ കാണാൻ പറ്റുന്ന മാലിന്യങ്ങളിൽപ്പെട്ടതല്ല, അതൊരവസ്ഥയാണ്. വുളൂ മുറിയുന്ന ഒരവസ്ഥ, അതേപോലെ തന്നെ കുളി നിർബന്ധമാകുന്ന അവസ്ഥകൾ, അതിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് വുളൂ ചെയ്യുന്നതും അതേപോലെ കുളിക്കുന്നതും. എന്നാൽ ഇനി പറയുന്നത് നജസുകളെ സംബന്ധിച്ചാണ്. മാലിന്യങ്ങൾ അത് ശരീരത്തിലോ വസ്ത്രത്തിലോ അതേപോലെ തന്നെ നമസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടെങ്കിൽ അതിന് നീക്കം ചെയ്യുക എന്നുള്ളത് ശറഅ് വിശ്വാസിയോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. എന്താണ് അതിനുള്ള തെളിവ്? ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വസിയാബക ഫതഹിർ, താങ്കളുടെ വസ്ത്രം താങ്കൾ ശുദ്ധി വരുത്തുക എന്ന് പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് കാണാൻ സാധിക്കും. അതേപോലെ വഅമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മർഅത ബിഗസ്ലി ദമിൽ ഹൈദ് മിൻ സൗബിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയോട് ഹൈദ്, രക്തം വസ്ത്രത്തിൽ നിന്ന് കഴുകണം എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. നമസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഹൈദ് രക്തം പുരണ്ട വസ്ത്രമാണെങ്കിൽ അത് എന്ത് ചെയ്യണം? കഴുകിയിട്ടാണ് നമസ്കരിക്കേണ്ടത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നജസാണ്. ആ നജസിനെ നീക്കം ചെയ്യാനുള്ളതായ കൽപ്പനയുണ്ട്. ലമ്മാ കാനൽ അംറു കദാലിക് തതല്ലബ മിന്നാ അൻ നുൽഖി الضوء على هذا الموضوع. കാര്യം ഇപ്രകാരമായിരിക്കുക, അതായത് നജസുണ്ട് എങ്കിൽ അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് ശരീഅത്ത് നമ്മോട് തേടുന്ന ഒരു തേട്ടമാണ് എന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട അതിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസന്നിഫ് ഹഫിളഹുല്ലാ നൽകാൻ ഉദ്ദേശിക്കുന്നത്.
وهو موضوع إزالة النجاسة عارضين لأهم أحكامه رجاء أن ينتفع بذلك من يقرأه من إخواننا المسلمين. അതായത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളിൽ നിന്ന് ആരാണോ ഇതിനെ വായിക്കുന്നത് അവർക്ക് പ്രയോജനം കിട്ടണമെന്ന ആഗ്രഹത്താൽ നജസ്സുകളെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിധിവിലക്കുകൾ അത് ഒന്ന് ഓടിച്ചു പറയുകയാണ് ഇവിടെ മുസന്നിഫ് ചെയ്യുന്നത്. ولقد كان الفقهاء رحمهم الله يعقدون لهذا الموضوع بابا خاصا يسمونه باب إزالة النجاسة. സാധാരണ ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായി ഈ വിഷയത്തിൽ ഒരു അധ്യായം കൊണ്ടുവരലുണ്ട്. അത് ഇപ്രകാരമാണ് അതിന് പേരിടുക, ബാബു ഇസാലത്തിൻ നജാസ, നജസുകളെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അധ്യായം. ഐ തത്ഹീറു മവാരിദിൻ നജാസ, അതായത് നജസുകൾ ഉള്ളതായ സ്രോതസ്സുകളെ നജസുകളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അല്ലത്തി തത്റു അലാ മഹല്ലിൻ ത്വാഹിരിൻ മിന സിയാബി വൽ അവാനി വൽ ഫുർഷ്, അതായത് ശുദ്ധമായ ഒരു പ്രതലത്തിൽ എന്ത് ചെയ്യുന്നു, ഈ നജസ് വന്ന് വീഴുന്നു. അത് ചിലപ്പോൾ വസ്ത്രമായിരിക്കാം, അല്ലെങ്കിൽ പാത്രങ്ങളാകാം, വൽ ഫുറുഷി അല്ലെങ്കിൽ വിരിപ്പുകൾ, വൽ ബിഖാഇ വനഹ്വിഹ അല്ലെങ്കിൽ നമ്മൾ നമസ്കരിക്കുന്ന ഒരു സ്ഥലം, വിരിപ്പൊന്നുമില്ലാത്ത ഭൂമി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നജസ് സംഭവിച്ചാൽ എങ്ങനെ അതിനെ ശുദ്ധീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. വൽ അസ്ലുല്ലദീ തുസാലു ബിഹി നജാസതു ഹുവൽ മാ, നമ്മൾ നേരത്തെ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞതാണ്, നജസ്സുകളെ നീക്കം ചെയ്യപ്പെടാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായ അതിൻ്റെ വസ്തു, അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് വെള്ളമാണ്. വെള്ളമാണ് നജസ്സുകൾ നീക്കം ചെയ്യാൻ അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്നതായ കാര്യം. ഫഹുവൽ അസ്ലു ഫി തത്ഹീർ, അതാണ് ശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനം. ഒരു വസ്തുവിനെ ശുദ്ധീകരിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായിട്ട് എന്ത് ചെയ്യണം, ശുദ്ധീകരിക്കുന്നത് വെള്ളം കൊണ്ടാണ്. അതല്ലാത്തതായ കാര്യങ്ങൾ കൊണ്ടും ശുദ്ധീകരിക്കും. ഇപ്പോൾ ചെരുപ്പിന്റെ താഴ്ഭാഗത്തിന് നജസായി, എന്നാൽ അത് എന്ത് ചെയ്താൽ മതി, മണ്ണിൽ ഉരച്ചാൽ അത് മുഖേന ശുദ്ധിയാകും. അതുപോലെ തന്നെ സ്ത്രീകൾ അവരുടെ വസ്ത്രം കാൽപാദത്തിലേക്ക് താഴ്ത്തിയിട്ടാണ് നടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, മാലിന്യങ്ങൾ പതിച്ചേക്കാം. അപ്പോൾ അത് മണ്ണിലൂടെ, ശുദ്ധമായ മണ്ണിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്യും, അത് ശുദ്ധമാകും എന്നുള്ളതാണ്. അപ്പോൾ വെള്ളമല്ലാത്തത് കൊണ്ടും ശുദ്ധി വരുത്തുക എന്നുള്ളതുണ്ട്. എന്നാൽ ശുദ്ധി വരുത്തുന്നതിന്റെ അടിസ്ഥാനം എന്താണ്, വെള്ളം ഉപയോഗിച്ച് ശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറകും ബിഹി, അവൻ നിങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു, അത് മുഖേന നിങ്ങൾ ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളത്തിനാണ് ഈ ശുദ്ധീകരിക്കുക എന്നുള്ളതായ ഗുണം അല്ലാഹു അടിസ്ഥാനപരമായി എന്ത് ചെയ്തിരിക്കുന്നത്, നൽകിയിരിക്കുന്നത്. വന്നജാസത്തു അല്ലത്തി തജിബു ഇസാലത്തുഹാ ഇമ്മാ അൻ തകൂന അലാ വജ്ഹിൽ അർദി, ഇനിയിപ്പോൾ നീക്കം ചെയ്യൽ അനിവാര്യമായ നജസുകൾ അത് ഒന്നുകിൽ ഭൂമുഖത്ത്, ഭൂമിയുടെ മേലെ ആയിരിക്കും, ഭൂമിയുടെ മേലെ നജസ് വന്ന് വീണു. വമത്തസല ബിഹാ മിനൽ ഹിതാനി വൽ അഹ്വാദി വസ്സുഖൂർ, അല്ലെങ്കിൽ നല്ല ശുദ്ധമായ മണ്ണ്, അതല്ലെങ്കിൽ അതുപോലുള്ളതായ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മതിലുകൾ, അതേപോലെ തന്നെ ഹൗദുകൾ, പാറകൾ, ഇതുപോലുള്ളതായ വസ്തുക്കളിൽ എന്ത് ചെയ്തു ആയിരിക്കാൻ ചിലപ്പോൾ നജസ് വീഴുന്നത്. എന്നാൽ ഫഹാദിഹി യക്ഫി ഫി തത്ഹീരിഹാ ഗസ്ലത്തുൻ വാഹിദ, അതിനെ ശുദ്ധീകരിക്കാൻ എന്തു മതിയാകുന്നതാണ്, ഒരൊറ്റ പ്രാവശ്യം അതിലേക്ക് വെള്ളമൊഴിച്ച് കഴുകിയാൽ മതിയാകുന്നതാണ്. അപ്പോൾ മണ്ണിൽ എന്ത് ചെയ്തു, മൂത്രം വീണു, എന്നാൽ അവിടേക്ക് എന്ത് ചെയ്താൽ മതി, ഒരു പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകലിലൂടെ അത് ശുദ്ധിയാകും. എങ്ങനെ ഒരു പ്രാവശ്യം വെള്ളം ഒഴിക്കലാണ്, ഗസ്ലത്തുൻ വാഹിദത്തുൻ തദ്ഹബു ബിഐനിൻ നജാസ, അത് ആ നജസത്തിന്റെ ഐനിനെ എന്ത് ചെയ്യും, തടിയെ നീക്കിക്കളയും. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രാവശ്യം മൂത്രമാണ് ഒഴിച്ചത്, അതിലേക്ക് എന്ത് ചെയ്യുന്നു, കുറച്ച് ആ മൂത്രത്തേക്കാൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് ശുദ്ധിയാകുമെന്നുള്ളതാണ്. ബിമഅന, അതായത് ഇങ്ങനെ ഒരു പ്രാവശ്യം കഴുകുക എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം അന്നഹ തുഅ്മറു ബിൽ മാഇ, ആ നജസിന് എന്ത് ചെയ്യുക, വെള്ളം കൊണ്ട് മൂടുക എന്നുള്ളതാണ്. ബിസബ്ബിഹി അലൈഹ മറത്തൻ വാഹിദത്തൻ, അതിലേക്ക് ഒരു പ്രാവശ്യം വെള്ളം ചൊരിയൽ കൊണ്ട്. അപ്പോൾ ആ നജസുള്ള ഭാഗത്തെ ആ നജസിനെ വെള്ളം കൊണ്ട് മൂടുക, ഒരു പ്രാവശ്യം അതിലേക്ക് വെള്ളം ഒഴിക്കൽ കൊണ്ട്. കാരണം ലി അംരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസബ്ബിൽ മാ, കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട് ഈ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, വെള്ളം ചൊരിയാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു.
അലാ ബൗലിൽ അറാബി, ഒരിക്കൽ മസ്ജിദ് നബവിയിൽ ഒരു അറാബി, ഗ്രാമീണനായ ഒരു അറബി വന്നിട്ട് എന്ത് ചെയ്തു, മസ്ജിദിന്റെ ഒരു അരുവിൽ നിന്നിട്ട് മൂത്രമൊഴിച്ചു. ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഒരു ദൽവ്, ഒരു തൊട്ടിയിൽ വെള്ളം ഒഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അല്ലദീ ബാല ഫിൽ മസ്ജിദ്, ആ മനുഷ്യൻ എന്ത് ചെയ്തപ്പോൾ, മസ്ജിദിൽ മൂത്രമൊഴിച്ചപ്പോൾ. വകദാ ഇദാ ഉമിറത് ബിമാഇൽ മത്വരി വസൂയിൽ, അപ്പോൾ ഇങ്ങനെ അതിലേക്കൊരു കൊട്ട വെള്ളം ഒഴിക്കൽ കൊണ്ട് എന്തായി മാറും, ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ അത് ശുദ്ധമായി. അങ്ങനെ വെള്ളം ഒഴിക്കാനേ എന്ത് ചെയ്തുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചുള്ളൂ. അപ്പോൾ ആ വെള്ളം ഒഴിക്കൽ കൊണ്ട് അത് ശുദ്ധിയാകും. ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നു. അതേപോലെ തന്നെ വകദാ ഇദാ ഉമിറത് ബിമാഇൽ മത്വരി വസൂയിൽ, അല്ലെങ്കിൽ അങ്ങനെ നജസുള്ള ഭാഗത്തേക്ക് നല്ല മഴ വർഷിച്ചു, അല്ലെങ്കിൽ മഴ വർഷിച്ച വരുന്ന വെള്ളം എന്ത് ചെയ്തു, മഴയിൽ കുത്തി ഒഴുകുന്ന വെള്ളം അതിന് മേലെ എന്ത് ചെയ്തു, ഒഴുകിപ്പോയി. അങ്ങനെയൊക്കെ ആണെങ്കിലും എന്തായി മാറും, അത് ശുദ്ധമായി മാറും. ഇനി ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഫഇദാ സാലത് ബിസബ്ബിൽ മാഇ അലൈഹാ ഔ ബിമാഇൽ മത്വരി അന്നാസിലി അവൽ ജാരി അലൈഹാ കഫാ ദാലിക ഫീ തത്വഹിരിക. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു, അല്ലെങ്കിൽ മഴ വർഷിച്ചു, വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയി, ഇങ്ങനെ ഇതിലൂടെ എന്ത് ചെയ്തു, ഈ നജസ് അവിടെ നിന്ന് നീങ്ങിയാൽ കഫാ ദാലിക ഫീ തത്വഹിരിക, എന്തായി മാറും, അതിൽ ശുദ്ധീകരിക്കുന്നതിൽ അത് മതിയാകുന്നതാണ്. അപ്പോൾ അതിനെന്തെങ്കിലും അയിനുണ്ട്, തടിയുണ്ട് എങ്കിൽ അത് എന്ത് ചെയ്തു, ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതിലൂടെ നീങ്ങിപ്പോയി, അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്നതിലൂടെ, മഴ വർഷിക്കുന്നതിലൂടെ അതില്ലാതെയായിപ്പോയി കഴിഞ്ഞാൽ എന്തായി, നമ്മൾ സാധാരണ വുദൂ ചെയ്യുമ്പോൾ അതിന് നിയ്യത്ത് വേണം, എന്നാൽ എന്താവും, വുദൂ ആവും. ഒരാൾക്ക് വലിയ അശുദ്ധിയുണ്ട്, കുളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരാൾ വെറുതെ പോയി വെള്ളത്തിൽ മുങ്ങി, ശുദ്ധിയാകണമെന്ന് നിയ്യത്ത് ചെയ്തിട്ടില്ല, എന്നാൽ അതെന്താവില്ല, കുളിയാവുകയില്ല, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുകയില്ല അത് മുഖേന. എന്നാൽ ഇവിടെ നജസുകൾ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ എന്ത് ആവശ്യമില്ല, അങ്ങനെ നെയ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, മഴ വർഷിച്ചു, അതല്ലെങ്കിൽ വെള്ളം അതിലൂടെ ഒഴുകി, അല്ലെങ്കിൽ വെള്ളം ഒരാൾ ഒഴിച്ചു, ആ നജസ് നീങ്ങി, അത് മതി, ശുദ്ധിയാകാൻ എന്ത് ചെയ്തു, അത് മതിയാകുന്നതാണ്. വഇൻ കാനത്തിൻ നജാസത്തു അലാ ഗൈരിൽ അർദി വമത്തസല ബിഹാ, ഇനി അങ്ങനെ ഭൂമിയിലല്ല വെള്ളം നജസ് വീണിരിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലുള്ള മതിലുകളിലോ അല്ലെങ്കിൽ പാറയിലോ അങ്ങനെയൊന്നുമല്ല നജസ് വീണിരിക്കുന്നത്. ഫഇൻ കാനത്ത് മിൻ കൽബിൻ, അങ്ങനെയുള്ളതായ കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്താകാം, അത് നായയുടെ, അങ്ങനെയുള്ളതായ നജസുകൾ പലവിധമാകാം. ഒന്നുകിൽ നായയിൽ നിന്നുള്ളതാകാം, ഔ ഖിൻസീരിൻ, അല്ലെങ്കിൽ പന്നിയിൽ നിന്നുള്ളതാകാം. ഒമാ തവല്ലദ മിൻഹുമ, നായയും അതേപോലെ തന്നെ പന്നിയും, അല്ലെങ്കിൽ നായയും പന്നിയും ഇണ ചേർന്നുണ്ടായ ഏതെങ്കിലും ഒരു മൃഗം, അതിൽ നിന്നോ ഉള്ളത്. അപ്പോൾ ഈ പറയുന്ന മൂന്നെണ്ണത്തിൻ്റെയും പ്രത്യേകത അത് എന്താണ്, കഠിനമായ നജസാണ് എന്നുള്ളതാണ്. അതിൻ്റെ നജസ് എന്താണ്, കാഠിന്യമേറിയതാണ് എന്നുള്ളതാണ്. ശേഷം അത് വിവരിക്കും 3 ഇനം നജസ്. അപ്പോൾ ഫതത്ഹീറുഹാ ബിസബി ഗസ്ലാത്തി, ഇവകളെ ശുദ്ധീകരിക്കേണ്ടത് 7 പ്രാവശ്യം കഴുകൽ കൊണ്ടാണ്. ഇഹ്ദാഹുന്ന ബിത്തുറാബി, അതിലൊരു പ്രാവശ്യം എന്തായിരിക്കണം, മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ടായിരിക്കണം, മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ടായിരിക്കണം. ബി അൻ യുജഅല തുറാബു മഅ ഇഹ്ദൽ ഗസലാത്തി, അതായത് ഈ 7 പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യത്തിൽ എന്ത് ചെയ്യുക, അതിലേക്ക് മണ്ണ് ഇടൽ കൊണ്ട്, മണ്ണ് കലർത്തുക. ഒരു പ്രാവശ്യം കഴുകുമ്പോൾ അതിലേക്ക് മണ്ണിടുക, അങ്ങനെ മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകുക. കാരണം എന്താണ്, ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വലഗൽ കൽബു ഫീ ഇനാഇ അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിൽ നായ തലയിട്ട് കഴിഞ്ഞാൽ ഫൽയഗ്സിൽഹു, അവൻ അതിനെ കഴുകണം. സബ്അൻ, 7 പ്രാവശ്യം കഴുകണം. ഊലാഹുന്ന ബിത്തുറാബ്, അതിൽ ആദ്യത്തെ പ്രാവശ്യം മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് ആവുകയും വേണം. അത് ഒന്നാമത്തെ പ്രാവശ്യമോ അല്ലെങ്കിൽ അവസാനത്തേതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഈ ഹദീസ് പ്രകാരം ഒന്നാമത്തെ പ്രാവശ്യം എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്. മറ്റു മുഹദ്ദിസീങ്ങളും ഈ ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. വഹാദൽ ഹുക്മു ആമുൻ ഫിൽ ഇനാഇ വഗൈരി കസ്സിയാബി വൽ ഫുർഷ്. അപ്പോൾ ഇത് പാത്രത്തിൽ തലയിട്ടാൽ മാത്രമല്ല, നായ എന്ത് ചെയ്തു, നായയുടെ നജസ് ഒരാളുടെ വസ്ത്രത്തിലായി അല്ലെങ്കിൽ വിരിപ്പിലായി എവിടെയാണെങ്കിലും എന്താണ്, ഇതേ ഹുക്മ് തന്നെ ബാധകമാണ്. വഇൻ കാനത്ത് നജാസത്തു ഗൈരി കൽബിൻ ഔ ഖിൻസീരിൻ, ഇനി പറയുന്ന നജസ് നായയുടെയല്ല അല്ലെങ്കിൽ ഖിൻസീറിന്റെ, പന്നിയുടേതല്ലാത്തതായ നജസാണ്. കൽബൗലി, മൂത്രം പോലെ, വൽഗായിത്തി, കാഷ്ടം പോലെ, വദ്ദമി, അല്ലെങ്കിൽ രക്തം, ചുന്തുന്ന രക്തം, വനഹ്വിഹ, അതുപോലുള്ളത്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വളരെ ചെറിയ രൂപത്തിൽ വരുന്ന രക്തം, അതെന്തല്ല,
അത് മാഫൂൻ അനുഭവമാണ്, അതിന് വിട്ടുവീഴ്ച നൽകപ്പെടുന്നതാണ്, അത് നജസായിട്ട് പരിഗണിക്കുകയില്ല. എന്നാൽ ഒഴുകുന്ന രക്തമാണ് എങ്കിൽ അതെന്താണ് നജസാണ്, ഹൈദ് രക്തം പോലെ, അതല്ലെങ്കിൽ വലിയ മുറിവോ മറ്റൊക്കെ ഉണ്ടായിട്ട് വരുന്ന രക്തങ്ങൾ, അത് നജസ് ആയതാണ്. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ പോലെ فإنها تغسل بالماء مع الفرق والعصر, അങ്ങനെയുള്ള നജസാണ് എങ്കിൽ അതിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരാളുടെ വസ്ത്രത്തിലോ മറ്റോ ആയിക്കഴിഞ്ഞാൽ അതിനെ വെള്ളം കൊണ്ട് കഴുകണം. അതിങ്ങനെ എന്ത് ചെയ്യുന്നതിലൂടെ, ഉരയ്ക്കുന്നതിലൂടെ, അതിനെ ഇങ്ങനെ കഴുകിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, അത് പിഴിയുന്നതിലൂടെ, ആ രീതിയിൽ എന്ത് ചെയ്യണം, നന്നായിട്ട് കഴുകി ഉരച്ച് അത് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഹത്താ തസൂൽ, ആ നജസ് നീങ്ങുന്നതുവരെയും. അപ്പോൾ ഏതുപോലെ ബൗല്, മൂത്രം, കാഷ്ടം, അതേപോലെ തന്നെ രക്തം, ഇതുപോലുള്ളതായ നജസായി കഴിഞ്ഞാൽ ഫലാ യബ്ഖാലഹ ഐനുൻ വലാ ലൗനുൻ, അങ്ങനെ കഴുകിക്കഴിയുമ്പോൾ അതിലൊന്നുണ്ടാകാൻ പാടില്ല, അതിൻ്റെ ഐന്, തടി അതിൽ അവശേഷിക്കാൻ പാടില്ല, ആ നജസിൻ്റെ തടി അതിൽ കാണാൻ പാടില്ല. അതുപോലെ അതിൻ്റെ നിറവും എന്ത് ചെയ്യാൻ പാടില്ല, അവശേഷിക്കാൻ പാടില്ലാത്ത രീതിയിൽ അതിനെന്ത് ചെയ്യണം, ഉരച്ച് കഴുകി എന്ത് ചെയ്യണം, പിഴിഞ്ഞെടുക്കണം. എന്നാൽ ഇനി ഷെയ്ഖ് പറയുകയാണ്, ഫൽ മഗ്സൂലാത്തു അലാ സലാസതി അൻവാഇൻ, ഇങ്ങനെ കഴുകപ്പെടുന്ന വസ്തുക്കൾ 3 ഇനമുണ്ട്, 3 രീതിയിലുള്ള വസ്തുക്കളാകാം. അതിലാകാം എന്ത് ചെയ്യുന്നത്, നജസ് പുരളുന്നത്. ഒന്ന് മാ യുംകിനു അസ്റുഹു മിസ്ലു തൗബി, പിഴിയലൊക്കെ എന്ത് ചെയ്യുക സാധ്യമാകുന്നതായ വസ്തു, ഏതുപോലെ വസ്ത്രം പോലെ. ഫലാ ബുദ്ദ മിൻ അസ്രി, അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, വെള്ളമൊഴിച്ച് ഇങ്ങനെ തേച്ച് പിഴിഞ്ഞ് എടുക്കുക എന്നുള്ളത് എന്താണ്, അനിവാര്യമാണ്. രണ്ടാമത്തേത് മാലാ യുംകിനു അസ്റുഹു, അങ്ങനെ പിഴിയാനൊന്നും സാധിക്കാത്ത വസ്തുവാണ്. വയുംകിനു തഖലീബു, എന്നാൽ അതിനിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, മറച്ചിടാൻ സാധിക്കും. കൽ ജുലൂദി വനഹ്വിഹ, ഇതുപോലെ തോല് പോലെ, അല്ലെങ്കിൽ അതുപോലുള്ളത് തോൽ പോലുള്ളതായ വസ്തുക്കൾ. പഴയ കാലത്ത് തോലുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു, ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു, ബാഗും അതുപോലെ തന്നെ അവരുടെ തോൽ സഞ്ചികളും എല്ലാം. അപ്പോൾ അതിലാണെങ്കിൽ അതിനെ പിഴിയുക എന്നുള്ളത് പ്രയാസകരമായിരിക്കും, എന്നാൽ ഇങ്ങനെ മറച്ചിടാൻ സാധിക്കും. ഫലാബുദ്ധമിൻ തഖലീബി, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്, ശുദ്ധിയാക്കി എടുക്കേണ്ടതുണ്ട്. പിഴിയുക എന്നുള്ളത് വേണ്ടതില്ല. മൂന്നാമത്തേത് മാലാ യുംകിനു അസ്റുഹു വലാ തഖലീബു, ഇങ്ങനെ പിഴിയുക എന്നുള്ളതും അതല്ലെങ്കിൽ മറച്ചിടുക എന്നുള്ളതും സാധ്യമല്ലാത്ത വസ്തുക്കളുണ്ടാകും. ഫലാബുദ്ധ മിൻ ദഖ്ഹിഹി വതസ്ഖീലിഹി ബിഅൻ യദഅ അലൈഹി ഷൈഅൻ സഖീൽ, നല്ല എന്താണ് കനമുള്ള വസ്തുക്കൾ കൊണ്ട് അതിൽ പ്രസ് ചെയ്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിൻ്റെ നജസുകൾ വെള്ളമൊഴിച്ച് കഴുകി ശുദ്ധിയാക്കേണ്ടതുണ്ട്. ഹത്താ യദ്ഹബ അക്സറു മാ ഫീഹി മിനൽ മാഇ, അങ്ങനെ വെള്ളമൊഴിച്ച് അതിലുള്ളതായ അതിലെന്ത് ചെയ്യുക, ധാരാളം വെള്ളം ഒഴിക്കുന്നതിലൂടെ അതിൻ്റെ നജസ് നീങ്ങുന്നത് വരെയും അങ്ങനെ അതിനെന്ത് ചെയ്യണം, കഴുകിയെടുക്കണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നായയുടെയോ പന്നിയുടെയോ നജസാണ് ആകുന്നത് എങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനെ 7 പ്രാവശ്യം കഴുകുക എന്നുള്ളതാണ്. അതല്ലാത്ത മൂത്രം, കാഷ്ടം, അതുപോലുള്ളതായ വസ്തുക്കൾ 1 പ്രാവശ്യം ചെയ്താൽ മതി. അതിൻ്റെ ഐന്, തടി നീങ്ങുന്ന രീതിയിൽ, നിറം നീങ്ങുന്ന രീതിയിൽ എന്ത് ചെയ്യുക, 1 പ്രാവശ്യം കഴുകിയെടുത്താലും മതി. വസ്ത്രം പോലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ശരിക്കും പിഴിഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ഉരച്ച് ശുദ്ധിയാക്കി എടുക്കണം. അങ്ങനെ പിഴിയാനും മറ്റൊന്നും ഉരയ്ക്കാത്തതാണെങ്കിൽ അതിനിങ്ങനെ മറച്ചിടുന്നതിലൂടെയൊക്കെയും എന്ത് ചെയ്യുക, അലക്കുന്നതിലൂടെയൊക്കെയും നമ്മൾ ശുദ്ധിയാക്കുമല്ലോ, അതേപോലെ ശുദ്ധിയാക്കണം. അതല്ലാത്ത അങ്ങനെ അനക്കാൻ സാധിക്കാത്തതാണെങ്കിൽ അതിൻ്റെ മേലെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ട് ഉരച്ച് അതിനെ ശുദ്ധിയാക്കി എടുക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെ സാധാരണ രീതിയിൽ എന്താണ്, നായയുടെ നജസിനെ സംബന്ധിച്ച് പറയുമ്പോൾ പല രീതിയിലുള്ള ചർച്ചകൾ ഉലമാക്കൾ നടത്തലുണ്ട്. അതിൻ്റെ ഏതു ഭാഗമാണ് നജസ്, അതിൻ്റെ ഉമിനീര് മാത്രമാണോ, അതല്ല ശരീരത്തിൻ്റെ അവയവങ്ങൾ മുഴുവനും സ്പർശിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ കഴുകേണ്ടതുണ്ടോ, അതിൽ ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പല ഉലമാക്കളും അതിൻ്റെ ശരീരം മുഴുവനും എന്താണ് ഈ പറയുന്ന മുഗല്ലദായ കഠിനമായ നജസാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. ആധുനികരായ പണ്ഡിതന്മാരിലും പല ഉലമാക്കളും ചെയ്തിട്ടുണ്ട്, ആ രീതിയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഉമിനീര് മാത്രമല്ല, പിന്നെന്താണ് അതിൻ്റെ ശരീരത്തിൻ്റെ ബാക്കി അവയവങ്ങളും ആ രീതിയിൽ നജസാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഉമിനീര് മാത്രമാണ്, അതുപോലെ തന്നെ മൂത്രം, കാഷ്ടം, ഇതുപോലുള്ളതാണ് ആ രീതിയിൽ ശുദ്ധീകരിക്കേണ്ടത്. അതല്ലാത്തത് സ്പർശിച്ചു കഴിഞ്ഞാൽ എന്തില്ല, വേണ്ടതില്ല എന്ന് പറയുന്ന ഉലമാക്കളുണ്ട്. അതായത് ഇപ്പോൾ ഒരു നായയുടെ ഉണങ്ങിയ ശരീരത്തിൽ എന്ത് ചെയ്യും, നമ്മുടെ ശരീരവുമായി സ്പർശിച്ചു അല്ലെങ്കിൽ വസ്ത്രവുമായി സ്പർശിച്ചു, എന്നാൽ അത് എന്ത് ചെയ്തില്ല, ഈ പറയുന്ന 7 പ്രാവശ്യം കഴുകേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്.
എന്നാൽ നനവുള്ള ശരീരത്തോടെയാണ് സ്പർശിച്ചത്, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകാം ഈ ഉമിനീരോ മറ്റു മാലിന്യങ്ങളോ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അതേപോലെ എന്ത് ചെയ്യണം, കഴുകണം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. സൂക്ഷ്മതക്ക് നല്ലത് എന്താണ്, നായയുമായിട്ടുള്ള ഇടപാടുകളിൽ അകലം പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇസ്ലാം അതിനെ വളർത്തുന്നതിന് ചില നിബന്ധനകൾ വച്ചിട്ടുണ്ട്. നായയെ സ്വാഭാവികമായിട്ട് വളർത്തുന്നത് അനുവദനീയമല്ല. ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നായയെ വളർത്തുക എന്നുള്ളത് അനുവദിച്ചിട്ടുള്ളൂ. അതല്ല എങ്കിൽ നായയെ വളർത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്, നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അകലം പാലിക്കുക എന്നുള്ളതും നജസായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിനെ ഈ പറയുന്ന രീതിയിൽ 7 പ്രാവശ്യം കഴുകുക എന്നുള്ളതുമാണ് ചെയ്യേണ്ടത്. ഷാഫിഈ മദ്ഹബിലും അതുപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് എല്ലാം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെയാണ് നജസാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് അതിനെ സൂക്ഷ്മതയോടെ ഭാഗത്തുകൂടി നോക്കുമ്പോൾ എന്ത് ചെയ്യുക, 7 പ്രാവശ്യം കഴുകി ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പന്നിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ റിജിസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മാലിന്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൽബിനെ സംബന്ധിച്ച് ഹദീസുകളിലാണ് ഈ വന്നിരിക്കുന്നത്. എന്നാൽ പന്നിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ അത് ചെയ്തിട്ടുണ്ട്, മാലിന്യമാണ് എന്ന് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതും ഇതേപോലെ തന്നെ 7 പ്രാവശ്യം കഴുകണം എന്നുള്ളത് അതിലേക്ക് ഖിയാസാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് ഉലമാക്കൾ പറയുന്നത്. നായയെ സംബന്ധിച്ച് ഖുർആനിൽ പരാമർശമില്ല ആ രീതിയിൽ, എന്നാൽ അതിനേക്കാൾ കാഠിന്യമുള്ളതാണ് പന്നി എന്നുള്ളതിനാലാണ് അതിനെ ഖുർആൻ പേരെടുത്ത് റിജിസ്, മാലിന്യം എന്ന് പറഞ്ഞത്. എന്നാൽ അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ പറഞ്ഞതുപോലെ 7 പ്രാവശ്യം കഴുകേണ്ടതുണ്ട് എന്നുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ട്. ഇനി വൈൻ ഖഫിയ മൗദിഉ നജാസത്തിൻ ഫീ ബദനിൻ ഔ സൗബിൻ ഔ ബുഖഅ, നജസ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വസ്ത്രത്തിൽ അതല്ലെങ്കിൽ ശരീരത്തിൽ വീണിരുന്നു എന്നുള്ളത് ഒരാൾക്കറിയാം. പക്ഷെ അത് എവിടെയാണ് എന്നുള്ളത് എന്ത് ചെയ്തു, മറന്നുപോയി. അവൻ ഒരു കുഞ്ഞിനെടുത്തിരുന്നു, അപ്പോൾ ആ കുഞ്ഞ് മൂത്രം ഒഴിച്ചിട്ടുണ്ട്, ഏത് ഭാഗത്താണ് മൂത്രം ഒഴിച്ചതെന്ന് പിന്നെ എന്ത് ചെയ്തു, മറന്നുപോയി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ചെറിയൊരു സ്ഥലം അല്ലെങ്കിൽ വസ്ത്രം അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് നജസ് വീണത് എന്നുള്ളത് അവൻ എന്ത് ചെയ്തു, ഗോപ്യമായി, അവ്യക്തമായി. ഔ ബുഖഅത്തിൻ സഗീറ, ചെറിയൊരു പാട്ടുള്ള സ്ഥലത്തിൽ, കമുസല്ല സഗീരിൻ, ചെറിയൊരു മുസല്ല പോലെ ചെറിയൊരു നമസ്കാര സ്ഥലം, എങ്കിൽ വജബ ഗസ്ലു മഹ്തമല വുജൂദുൻ നജാസതി ഫീഹി, അതിൽ നജസ് ഉണ്ടാകാൻ സാധ്യതയുള്ളതായ ഭാഗം ഏതാണോ ആ ഭാഗം എന്ത് ചെയ്യണം, മുഴുവനും അവൻ കഴുകണം. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ കയ്യിലാണ് എന്ത് ചെയ്തത്, നജസായത്, അതിൻ്റെ ഏത് ഭാഗത്താണെന്നുള്ളത് വിട്ടുപോയി, അങ്ങനെയാണെങ്കിൽ കൈ മുഴുവൻ എന്ത് ചെയ്തേക്കുക, കഴുകിയേക്കുക. അപ്പോൾ അവൻ ഏതെങ്കിലും ആ രീതിയിൽ എന്തുണ്ട്, ഒരു ഉറപ്പുള്ള ഭാഗം, ആകാൻ സാധ്യതയുള്ള ഭാഗം എന്ത് ചെയ്തേക്കുക, അവൻ മുഴുവനായിട്ട് കഴുകണം. ഹത്താ യജ്സിമു ബിസവാലി, അത് നീങ്ങിയെന്ന് ഉറപ്പുവരുത്തുന്നവരെ. വൈലം യദ്രി അയ്യി ജിഹത്തി മിൻഹു, എന്നാൽ ഇനി അത് ഏത് ജിഹത്തിലാണ്, കയ്യിലാണ് എന്നുള്ളതോ അല്ലെങ്കിൽ ഇന്ന ഭാഗത്താണെന്നുള്ളതോ തീരെന്തില്ല, അവന് അറിവില്ല. അങ്ങനെയാണെങ്കിൽ ഗസലഹു ജമീഅഹു, അത് മുഴുവൻ എന്ത് ചെയ്യട്ടെ, അവൻ കഴുകട്ടെ എന്നുള്ളതാണ്. വയക്ഫി ഫീ തത്ഹീരി ബൗലിൽ ഗുലാമി അല്ലദീ ലം യഅകുലി ത്വആമ റഷ്ഹു ബിൽ മാ, മൂത്ര നജസാണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ചെറിയ ആൺകുട്ടി, ആ ആൺകുട്ടിയുടെ മൂത്രം ശുദ്ധീകരിക്കുമ്പോൾ മതിയാകുന്നത് എങ്ങനെയുള്ള ആൺകുട്ടിയാണ്, ലം യഅകുലി ത്വആമ, അവൻ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടില്ല, മാതാവിൻ്റെ പാല് മാത്രം കുടിക്കുന്ന ചെറിയ കുട്ടിയാണ്. അങ്ങനെയുള്ളതായ കുട്ടിയുടെ മൂത്രം ശുദ്ധീകരിക്കുന്നതിന് മതിയാകുന്നതാണ് എന്ത് മതി, റഷ്ഹു ബിൽ മാ, അതിൽ വെള്ളം കുടയുക എന്നുള്ളത് മതിയാകുന്നതാണ്. വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യേണ്ടതില്ല, കഴുകേണ്ടതില്ല. വെള്ളം ഒഴിക്കാതെ അതിൽ വെള്ളം കുടയുന്നത് മുഖേന ശുദ്ധിയാക്കുന്നതിൽ മതിയാകുന്നതാണ്. ഈ വിഷയത്തിൽ ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. അന്നഹ അസത് ബിബിനിൻ ലഹ, ഉമ്മു ഖൈസ് അവളുടെ മകനുമായി എന്ത് ചെയ്തു, ബിബിനിൻ ലഹ സഗീരിൻ, ചെറിയൊരു കുട്ടിയുമായിട്ട് വന്നു. ലം യഅകുലി ത്വആം, അത് എന്ത് ചെയ്തിട്ടില്ല, ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കുട്ടിയാണ്. ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. അങ്ങനെ ഫഅജ്ലസഹു ഫീ ഹജ്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മടിയിലിരുത്തിയ കുട്ടിയെ, ഫബാല അലാ തൗബിഹി, നബിയുടെ വസ്ത്രത്തിൽ ആ കുട്ടി എന്ത് ചെയ്തു, മൂത്രമൊഴിച്ചു. ഫദഅ ബിമാഇൻ ഫനവഹഹു വലം യഗ്സിൽഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അതിലേക്ക് എന്ത് ചെയ്തു, വെള്ളം കുടഞ്ഞു, വസ്ത്രം ചെയ്തിട്ടില്ല, വെള്ളം ഒഴിച്ച് കഴുകിയിട്ടില്ല. ഇത് ഇമാം ബുഖാരി മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടിയുടേതാണെങ്കിൽ വെള്ളം എന്ത് ചെയ്തില്ല മതി, കുടയിൽ മതിയാകും എന്നുള്ളതാണ്.
وإن كان يأكل الطعام لشهوة واختيار فبوله مثل بول الكبير. ഇനി ഭക്ഷണമെല്ലാം കഴിച്ചു തുടങ്ങിയ വലിയ കുട്ടിയാണ്, എന്നാൽ മുതിർന്ന ആളുകളുടെ മൂത്രം പോലെ തന്നെയാണത്. അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്? കഴുകി ശുദ്ധിയാക്കേണ്ടതുണ്ട്. ഇതേപോലെയാണ് വകദാ ബൗലുൽ ഉൻസ സ്വഗീറത്തി മിസ്ലു ബൗലിൽ കബീറ. ചെറിയ പെൺകുട്ടികളുടേതും ഇതേപോലെ തന്നെ വലിയ ആളുകളുടെ മൂത്രം പോലെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ് ആൺകുട്ടിയാണ് എങ്കിൽ മാത്രമാണ്. അതിൻ്റെ ശരിയായ ഹിക്മത്ത് എന്താണ് എന്ന് എന്ത് ചെയ്തിട്ടില്ല, ഹദീസുകളിലോ മറ്റും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ പല ഉലമാക്കൾ പല കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. വഫീ ജമീഇ ഹാദിഹിൽ അഹ്വാലി യുഗ്സലു കഗസ്ലി സായിരി നജാസത്ത്. അപ്പോൾ ഈ പറയുന്ന അവസ്ഥകളിലെല്ലാം എന്ത് ചെയ്യുക, മറ്റുള്ള നജസുകൾ കഴുകുന്നത് പോലെ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കുന്ന വലിയ ആൺകുട്ടിയുടേതാണെങ്കിലും അതല്ലെങ്കിൽ ചെറിയ പെൺകുട്ടിയുടേതാണെങ്കിൽ അവരുടെ മൂത്രങ്ങൾ മറ്റുള്ള നജസുകൾ കഴുകുന്നത് പോലെ എന്ത് ചെയ്യണം, രക്തവും മറ്റുള്ള മുതിർന്നവരുടെ മൂത്രവും എല്ലാം കഴുകുന്നത് പോലെ കഴുകി ശുദ്ധിയാക്കണം. ഫന്നജാസാത്തു അലാ സലാസത്തി അൻവാഇൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നജസുകൾ മൊത്തത്തിൽ 3 ഇനങ്ങളാണ് എന്നുള്ളതാണ്. ഒന്ന് നജാസത്തുൻ മുഗല്ലദ, കാഠിന്യമേറിയ നജസാണ്. വഹിയ നജാസത്തുൽ കൽബി വനഹ്വിഹി, അത് നായയുടെയും അതുപോലുള്ളതിൻ്റെയും നജസാണ്. നായയും അതുപോലുള്ളതും എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പന്നിയെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. നായയും പന്നിയും കൂടി ഇണ ചേർന്ന് ഏതെങ്കിലും മൃഗമുണ്ടായാൽ അതും എന്താണ്, അതിൻ്റെ ഗണത്തിലാണ് പെടുക. അതാണ് വനഹ്വിഹി, അതുപോലുള്ളത് എന്ന് പറഞ്ഞത്. വനജാസത്തുൻ മുഖഫഫ, രണ്ടാമത് മറ്റൊന്ന് മുഖഫഫായ ലഘുവായ നജസാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹിയ നജാസത്തുൽ ഗുലാമില്ലദി ലാ യഅകുലു തആം, ഭക്ഷണം കഴിച്ചു തുടങ്ങാത്തതായ ചെറിയ ആൺകുട്ടികൾ, അവരുടെ മൂത്രമാണ്. അത് നജസ് തന്നെയാണ്, പക്ഷേ എന്തല്ല, കാഠിന്യമേറിയതോ അല്ലെങ്കിൽ കഴുകി ശുദ്ധീകരിക്കേണ്ടതോ ആയ നജസല്ല, അത് ലഘുവായ നജസാണ്. വനജാസത്തുൻ ബൈന ദാലിക, പിന്നീട് ഇതിനിടയിലുള്ള മറ്റുള്ള നജസുകളാണ്, മൂത്രം പോലെ അല്ലെങ്കിൽ രക്തം പോലെ ഇതുപോലുള്ളതായ കാര്യങ്ങൾ പോലെ. വഹിയ ബഖിയത്തുൻ നജാസത്ത്. വയജിബു അൻ നഅരിഫ മാ ഹുവ ത്വാഹിറുൻ വമാ ഹുവ നജിസുൻ മിൻ അർവാസി വ അബ്വാലി അൽ ഹൈവാനാത്ത്. ഇനി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശുദ്ധമായത്, ഏതാണ് നജസായത് എന്ന് തിരിച്ചറിയൽ നിർബന്ധമാണ്. അതായത് മൃഗങ്ങളുടെ മൂത്രങ്ങൾ, അതുപോലെ കാഷ്ടങ്ങൾ, ഇതുപോലുള്ളകളിൽ ഏതാണ് നജസായി പരിഗണിക്കുന്നത്, ഏതാണ് ശുദ്ധമായത് എന്നത് അറിയുക എന്നുള്ളത് അനിവാര്യമാണ്. ഫമാ കാന യഹില്ലു അക്ലു ലഹ്മിഹി മിൻഹ, മൃഗങ്ങളിൽ നിന്ന് മാംസം ഭക്ഷിക്കൽ അനുവദനീയമായ മൃഗങ്ങൾ, മാംസം കഴിക്കൽ അനുവദിക്കപ്പെട്ടതായ നിയമപരമായിട്ടുള്ള മൃഗങ്ങളുണ്ട്. ഫബൗലുഹു വറൗസുഹു ത്വാഹിറുൻ, അതിൻ്റെ മൂത്രവും കാഷ്ടവും എന്താണ്, ത്വാഹിറാണ്, ശുദ്ധമായതാണ്. ഏതുപോലെ കൽ ഇബിലി വൽ ബഖരി വൽ ഗനമി വനഹ്വിഹ, ഒട്ടകം അല്ലെങ്കിൽ പശു, അതിൻ്റെ ഇനങ്ങളിൽപ്പെട്ടവകൾ, വൽ ഗനം, അതേപോലെ തന്നെ ആട്, വനഹ്വിഹ. അപ്പോൾ ഇവകളുടെ കാഷ്ടവും മൂത്രവുമെല്ലാം എന്താണ്, ശുദ്ധമാണ് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അത് എന്തല്ല, നജസല്ല എന്നുള്ളതാണ്. എന്താണ് അത് നജസല്ല, ശുദ്ധമാണ് എന്ന് പറയാൻ കാരണം? ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമറൽ ഉറനിയീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറനിയീങ്ങളോട് കൽപ്പിച്ചു. ഉറനിയീൻ എന്ന് പറയുന്നത് ഒരു ഗോത്രത്തിലുള്ളതായ ഒരു ഹയ്യാണ്, ഒരു ചെറിയ വിഭാഗമാണ്. അവർ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കലിമത്തു തൗഹീദ് പറഞ്ഞുകൊണ്ട് മുസ്ലിമാകാൻ വേണ്ടിയിട്ട് വരികയും അവർ ഇസ്ലാം സ്വീകരിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് എന്താണ്, മദീനയിൽ അവർ കൃഷിയെല്ലാം ചെയ്ത് ജീവിക്കുന്ന പ്രദേശത്തുള്ളവരാണ്. അവർ മദീനയിലെ സാഹചര്യത്തിൽ അവിടെ ജീവിക്കാൻ പ്രയാസകരമായ അവസ്ഥയിലാണ്. അപ്പോൾ എന്ത് ചെയ്തു, അവർ ഞങ്ങൾക്കിവിടെ താമസിക്കൽ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു, അവരുടെ ശരീരപ്രകൃതി അനുസരിച്ച്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് എന്ത് ചെയ്തു, അവരോട് കൽപ്പിച്ചു അൻ യൽഹഖൂ ബി ഇബ്ലി സ്വദഖ ഫയശ്റബൂ മിൻ അബ്വാലിഹ വ അൽബാനി, അവർക്ക് ചികിത്സ എന്നോണം സകാത്തിന്റെ ഇനത്തിൽ വന്നിരിക്കുന്ന മൃഗങ്ങളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, അതിൻ്റെ പാലും അതേപോലെ തന്നെ മൂത്രവും കുടിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്ത് ചെയ്തു, കൽപ്പിച്ചു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ചികിത്സാർത്ഥം ഒട്ടകത്തിൻ്റെ മൂത്രം കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. ഫദല്ല അലാ ത്വഹാറത്തി ബൂലിഹ, ഇത് അറിയിക്കുന്നത് ഒട്ടകത്തിൻ്റെ മൂത്രം
ശുദ്ധമാണ് എന്നുള്ളതിൻ്റെ മേലാണ്. لأن النجس لا يباح التداوي به وشربه. കാരണം നജസാണ് എങ്കിൽ ആ നജസ് കൊണ്ട് എന്ത് ചെയ്യുക, ചികിത്സ നടത്തുക എന്നുള്ളത്, അതിനെ കുടിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെടുകയില്ല എന്നുള്ള കാരണത്താൽ, അപ്പം നജസ് കൊണ്ട് ചികിത്സിക്കാൻ നബി കൽപ്പിക്കുകയില്ല എന്നുള്ള കാരണത്താൽ. അപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം. ഫൈൻ തേല, ഒരാൾ ചോദിക്കുകയാണ്, ഇന്നമാ ഉബീഹലി വറൂറ, ഒരു ആത്യന്തിക ഘട്ടം വന്നപ്പോൾ രോഗം മാറാൻ വേണ്ടിയിട്ട് ചികിത്സയ്ക്ക് വേണ്ടി മാത്രം നബി എന്ത് ചെയ്താണ്, ആ പ്രയാസഘട്ടത്തിൽ അനുവദിച്ചതാണ്. എങ്കിലും അപ്പോൾ നമ്മൾ പറയും ലം യഅ്മുറുഹുമുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഗസ്ലി അസരിഹി ഇദാ അറാദു അസ്സലാ. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ നേരത്ത് നിങ്ങൾ അതിൻ്റെ അസറുകൾ അതിനെ കഴുകി ശുദ്ധിയാക്കണമെന്ന് പറയുമായിരുന്നു. അതും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതിൻ്റെ അടയാളങ്ങൾ, മൂത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊന്നുണ്ടാവും, അതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകാം, വായിലും മറ്റൊക്കെ ഉണ്ടാകാം. പക്ഷെ അത് കഴുകണമെന്നും എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തല്ല, നജസല്ല എന്നുള്ളതിലേക്ക് അറിയിക്കുന്നുണ്ട്. വഫി സ്വഹീഹ്, മാത്രമല്ല സ്വഹീഹായ ഹദീസുകൾ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഖബ്ല അൻ യുബ്ന അൽ മസ്ജിദ്, പള്ളി നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് യുസല്ലി ഫി മറാബിദുൽ ഗനമി, ആടുകളുടെ ആലയത്തിൽ, അതായത് ആടുകളെ തളച്ചിടുന്നതായ നമ്മുടെ നാട്ടിൽ തൊഴുത്തുകൾ പോലുള്ളതായ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുമായിരുന്നു, നമസ്കരിച്ചിട്ടുണ്ട് നബി. അങ്ങനെ നമസ്കരിക്കുമായിരുന്നു. അമറ ബിസ്വലാത്തി ഫി, അവിടെ നമസ്കരിക്കാൻ നബി കൽപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ അതുമായി പരിപാലിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആലയത്തിൽ എന്ത് ചെയ്യാം, നമസ്കരിക്കുകയും ചെയ്യാം എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. വഹിയ ലാ ശക്ക തബൂലു ഫിഹ, അനിവാര്യമായിട്ടും സ്വാഭാവികമായിട്ടും ഒന്നുണ്ടാവും. അതിൻ്റെ തൊഴുത്തുകളിൽ കാലികളെ തളച്ചിടുന്ന സ്ഥലങ്ങളിൽ നിന്നുണ്ടാകും, അത് മൂത്രമൊഴിക്കും, അവിടെ നജസ് ഉണ്ടാകും എന്നുള്ളത് എന്താണ്, അറിയപ്പെട്ട കാര്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവിടെ നമസ്കരിച്ചാൽ കുഴപ്പമില്ല, അത് നജസല്ല എന്നുള്ളതിനാലാണ് എന്ത് ചെയ്തത്, നബി നമസ്കരിച്ചതും നമസ്കരിക്കുന്നതിന് വേണ്ടി കൽപ്പിച്ചതും അതുകൊണ്ടാണ്. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, അൽ അസ്ലു ഫിൽ അർവാഹി അത്വഹാറ ഇല്ലാ മാ ഉസ്തുഹിനിയ. റൗസുകളിൽ, അതായത് ഈ പറയുന്ന കാഷ്ടങ്ങളിൽ അതിൻ്റെ അടിസ്ഥാനം അത് ശുദ്ധിയുള്ളതാണ് എന്നുള്ളതാണ്. ഇല്ലാ മസ്തുഹിനി, ഏതിനെയാണോ നിഷിദ്ധമാക്കപ്പെട്ടത്, ഏതിനെയാണോ നജസാണെന്ന് പറയപ്പെട്ടത് അതൊഴികെ എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കൽ, മാംസം കഴിക്കൽ അനുവദനീയമായ മൃഗങ്ങളുടെ അല്ലെങ്കിൽ പക്ഷികളുടെ, അവകളുടെ മൂത്രവും കാഷ്ടവും എന്തല്ല, നജസല്ല എന്നുള്ളതാണ്. അതല്ലാത്ത വസ്തുക്കളുടെ, മൃഗങ്ങളുടേതാണെങ്കിൽ അതെന്താണ്, നജസാണ്. മനുഷ്യരുടേതാണെങ്കിലും എന്താണ്, നജസാണ് എന്നുള്ളതാണ്. ഇനി വസുഉറു മാ യുഅ്കലു ലഹ്മുഹു ത്വാഹിറുൻ, മാംസം കഴിക്കൽ അനുവദനീയമായ മൃഗങ്ങളുടെ സുഉർ എന്ന് പറഞ്ഞാൽ വഹുവ ബഖിയ്യത്തു തുആമിഹി വശറാബി, അവകൾ കഴിച്ചിട്ട് അവശേഷിക്കുന്ന വസ്തുവാണ്. അങ്ങനെ ഏതെങ്കിലും ഇപ്പോൾ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾ ഏതെങ്കിലും അതുപോലുള്ളതായ മൃഗങ്ങൾ ഒന്ന് ഭക്ഷിച്ചു, മാംസം കഴിക്കൽ അനുവദനീയമായ മൃഗങ്ങൾ, എന്നാൽ അത് കഴിച്ചതിൻ്റെ ബാക്കി അത് ത്വാഹിർ തന്നെയാണ്, അതെന്തായി മാറുന്നില്ല, ആ മൃഗങ്ങൾ കഴിച്ചു എന്നുള്ളതിനാൽ അത് അശുദ്ധിയായി മാറുന്നില്ല, നജസായി മാറുന്നില്ല, അത് ശുദ്ധിയുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് വസുഉറുൽ ഹിർറതി ത്വാഹിറുൻ, പൂച്ച ഏതെങ്കിലും ഭക്ഷണം ഭക്ഷിച്ചാൽ അതിൻ്റെ സുഉറും അതിൻ്റെ അവശേഷിപ്പും എന്ത് തന്നെയാണ്, ശുദ്ധിയുള്ളതാണ്. എന്താണ് അതിനുള്ള തെളിവ്? ഹദീസ് അബീ ഖതാദത ഫിൽ ഹിർറ, അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഈ വിഷയത്തിലുണ്ട്, പൂച്ചയുടെ കാര്യത്തിൽ. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലൈസത് ബിനജസിൻ, പൂച്ച എന്തല്ല, നജസല്ല. ഇന്നഹാ മിന തവ്വാഫീന അലൈക്കും വത്തവ്വാഫാത്ത്, അത് നിങ്ങളുടെ ഇടയിൽ ചുറ്റിപ്പറ്റി കറങ്ങി ജീവിക്കുന്നതായ ഒരു വളർത്തു മൃഗമാണ് എന്നുള്ളതിനാൽ എന്താണ് അതിന് ഇത് ഇമാം തുർമുദിയും മറ്റും ഉദ്ധരിച്ചതാണ്. അതായത് ഇതിനെ ഷബ്ബഹഹ ബിൽ മമാലികി മിൻ ഖദമിൽ ബൈത്തിൽ ലദീന യതൂഫൂന അലാ അഹ്ലിഹി ലിൽ ഖിദ്മ, വീട്ടുകാർക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഖാദിമീങ്ങളെ പോലെ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന പൂച്ചയെയും മറ്റും ഉപമിച്ചിരിക്കുന്നത്. അത് ശുദ്ധിയുള്ളത് തന്നെയാണ്, അത് നജസല്ല എന്നുള്ളതിനാൽ അത് ഏതെങ്കിലും ഭക്ഷണം വന്ന് തലയിട്ടു ഭക്ഷിച്ചു എന്നുള്ളതിനാൽ അതിൻ്റെ ബാക്കി ഭാഗം എന്തായി മാറുന്നില്ല, നജസായി മാറുന്നില്ല, അത് ശുദ്ധിയുള്ളത് തന്നെയാണ് എന്നുള്ളതാണ്.
മാത്രമല്ല വലിയ അദമി തഹറൂസി മിൻഹ ഫഫീ ദാലിക റഫഉൻ ലിൽ ഹർജ് വൽ മഷഖ. ഇങ്ങനെ പൂച്ചയെ പോലുള്ള മൃഗങ്ങളെ തൊട്ട് ചിലപ്പോൾ ഭക്ഷണം സൂക്ഷിക്കുക എന്നുള്ളത് ചിലപ്പോൾ പ്രയാസകരമായേക്കാം. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യും, പൂച്ച ഭക്ഷണങ്ങൾ തലയിട്ടേക്കാം. അപ്പോൾ അതിനെപ്പോഴും ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് പ്രയാസകരമായേക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഹറജിൽ നിന്ന്, മഷക്കത്തിൽ നിന്ന് ഉയർത്തുന്നതാണ്, ആളുകളെ പ്രയാസങ്ങളിൽ നിന്ന് നീക്കുക എന്നുള്ളതും ഈ ഹുക്കുമിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതെന്തല്ല, ഒരു പ്രയാസമുള്ള കാര്യമല്ല എന്നർത്ഥം. അങ്ങനെ വന്ന് തലയിട്ട് കഴിഞ്ഞാൽ അത് നജസാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യേണ്ടതില്ല, എടുത്തു മാറ്റേണ്ടതില്ല, അത് ശുദ്ധമായത് തന്നെയാണ്. وألحق بعض العلماء بالهرة ما كان دونها في الخلقة من طير وغيره. ചില ഉലമാക്കൾ ഈ ഹിറത്തിനോട് കൂടെ അതിനേക്കാൾ ചെറിയ സൃഷ്ടിപ്പിൽ രൂപത്തെ അതിനേക്കാൾ ചെറിയതായ ചില പക്ഷികളെയും മറ്റുമൊക്കെ അതിനോട് എന്ത് ചെയ്തിട്ടുണ്ട്, ചേർത്തിട്ടുണ്ട്. അവരൊന്ന് കൊത്തി എന്നുള്ളത് കൊണ്ട് എന്തല്ല, പഴങ്ങളോ മറ്റോ വന്നു കഴിഞ്ഞാൽ അത് നജസായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല, അതും ശുദ്ധമായത് തന്നെയാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസൂറുഹു ത്വാഹിറുൻ, അതിൻ്റെ ഈ പറയുന്ന അത് കഴിച്ചതിൻ്റെ ബാക്കി ശുദ്ധമായതാണ്, അതെന്തല്ല നജസാകുന്നില്ല എന്നർത്ഥം. കസുഇലിൽ ഹിറത്തി ബിജാമി തവാഫ്, അതായത് പൂച്ച കഴിച്ചതിൻ്റെ ബാക്കിയുള്ളത് ശുദ്ധമാണെന്നതുപോലെ തന്നെ അതേപോലെ സൃഷ്ടിപ്പിലുള്ളതായ ചില മൃഗങ്ങൾ, ഇപ്പോൾ അണ്ണാനോ അതുപോലുള്ളതായ അല്ലെങ്കിൽ പക്ഷികളോ വന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നജസായി മാറുന്നില്ല, അതിൻ്റെ ബാക്കി ഭാഗം അത് ശുദ്ധമായത് തന്നെയാണ് എന്നുള്ളതാണ്. എന്നാലിപ്പോൾ മാംസം കഴിക്കൽ അനുവദനീയമായ മൃഗങ്ങളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ കാഷ്ടവും ഇതെല്ലാം ശുദ്ധമായതാണ്, അത് നജസല്ല. അതേപോലെ തന്നെ പൂച്ച, അത് മനുഷ്യരുടെ ഇടയിലൂടെ നടക്കുന്ന ഒരു മൃഗമാണ്, അത് തലയിട്ട ഭക്ഷണത്തിൻ്റെ ബാക്കിയും നജസായിത്തീരുന്നില്ല. എന്നാൽ അതല്ലാത്തതായ, കഴിക്കൽ അനുവദനീയമല്ലാത്തതായ മൃഗങ്ങളുടെ ഫറൗസുഹു വബൗലുഹു വസൂറുഹു നജസുൻ, അവകളുടെ മൂത്രവും കാഷ്ടവും അതേപോലെ തന്നെ അത് ഭക്ഷിച്ചതായ അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ബാക്കി ഭാഗവും ഇതെല്ലാം എന്തായി മാറുന്നതാണ്, നജസായി മാറുന്നതാണ്. അതായത് മാംസം കഴിക്കൽ അനുവദനീയമല്ലാത്തതായ മൃഗങ്ങളുടെ ബൗല്, മൂത്രം, കാഷ്ടം, അവകളുടെ അവശിഷ്ടങ്ങൾ ഇതെല്ലാം എന്തായി മാറുന്നതാണ്, നജസായി മാറുന്നതാണ്. അതിനുശേഷം മുസന്നിഫ് റഹ്മഹുല്ലാഹ് പറയുകയാണ്, അയ്യുഹൽ മുസ്ലിം, അല്ലയോ വിശ്വാസിയായ മുസ്ലിമേ, അലൈക അൻ തഹ്തമ്മ ബിത്വഹാറതി ളാഹിറൻ വബാത്തിന, നീ ആന്തരികവും ബാഹ്യവുമായ നിലയിൽ ശുദ്ധിയുടെ കാര്യത്തിൽ പ്രാമുഖ്യം കൊടുക്കുക എന്നുള്ളത് നിനക്ക് നിർബന്ധമാണ്. എങ്ങനെയാണ് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി? ബാത്തിനും ബിത്തൗഹീദ് വൽ ഇഖ്ലാസ് ലില്ലാഹി ഫിൽ ഖൗലി വൽ അമൽ. ഉൾ ശുദ്ധിയാക്കേണ്ടത് തൗഹീദ് കൊണ്ടാണ്, ഇഖ്ലാസ് കൊണ്ടാണ്. വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം തൗഹീദ് മുറുകെ പിടിക്കുന്നതിലൂടെ എന്ത് ചെയ്യും? ഒരാളുടെ മനസ്സ് ശുദ്ധിയാകും. വദാഹിറൻ ബിത്വഹാറത്തി മിനൽ ഹദസി വൽ അൻജാസ്, അതേപോലെ ശരീരവും ബാഹ്യാവയവങ്ങളും വസ്ത്രവും എല്ലാം ശുദ്ധി വരുത്തണം. അത് അശുദ്ധിയിൽ നിന്ന് കുളിച്ച് അതേപോലെ തന്നെ വുദൂ ചെയ്ത് നജസ്സുകൾ നീക്കം ചെയ്യുന്നതിലൂടെ ബാഹ്യാവയവങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ശുദ്ധി വരുത്തൽ നിനക്ക് അനിവാര്യമാണ്. ഫഇന്ന ദീനനാ ദീനു ത്വഹാറത്തി വന്നദാഫ വന്നസാഹ, നമ്മുടെ ദീൻ ശുദ്ധിയുടെയും വൃത്തിയുടെയും പരിശുദ്ധിയുടെയും എല്ലാം മതമാണ്. മിനൽ അഖ്ദാരിൽ ഹിസ്സിയ്യത്തി വൽ മാനവിയ്യ, അത് അനുഭവവേദ്യമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മാലിന്യങ്ങളാണെങ്കിലും ആശയപരമായ മാലിന്യങ്ങളിൽ നിന്നും, ഷിർക്ക്, കുഫർ, ബിദ്അത്ത്, നിഫാഖ്, കപടത, അസൂയ, പക, ഇതുപോലുള്ളതായ ആന്തരികമായ ബാഹ്യം നജസുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം? ശുദ്ധി വരുത്തുന്ന മതമാണ്. അതിനാൽ ഫൽ മുസ്ലിമു ത്വാഹിറുൻ നസീഹുൻ മുലാസിമുൽ ലിത്വഹാറ, ഒരു മുസ്ലിം അവൻ ശുദ്ധിയുള്ളവനായിരിക്കണം, അതേപോലെ തന്നെ ശുദ്ധിയെ എപ്പോഴും മുറുകെ പിടിക്കുന്നവനായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ത്വഹൂർ ഷത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണെന്ത്? ശുദ്ധി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫഅലൈക യാ അബ്ദുല്ലാഹ് ബിൽ ഇഹ്തിമാമി ബിത്വഹാറത്തി വൽ ഇബ്തിആദി അനിൽ അൻജാസ്, അതിനാൽ അല്ലയോ അല്ലാഹുവിന്റെ അടിയാറുകളെ, നിങ്ങൾ ശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നജസ്സുകളിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കണം. ഫഖദ് അഖ്ബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന അമ്മത അദാബിൽ ഖബരി മിനൽ ബൗൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖബറിലെ ശിക്ഷയിൽ പൊതുവെ ഉണ്ടാകുന്ന ഒരു ശിക്ഷ മൂത്രത്തിന്റെ കാരണത്താലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്ഥിരപ്പെട്ട ഹദീസുകളിൽ കാണാം, രണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകളുടെ
ശിക്ഷക്കുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർ മൂത്രമൊഴിച്ചാൽ എന്താകുമായിരുന്നില്ല, ശരിയായി ശുദ്ധീകരിക്കുമായിരുന്നില്ല എന്നുള്ള കാരണത്താലാണ്. ഹീനമാ ലാ യതഹറസു മിൻഹുൽ ഇൻസാൻ, മനുഷ്യൻ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, ശുദ്ധിയാക്കാത്തതിൻ്റെ കാരണത്താലാണ് ഖബറിൽ ഉണ്ടാകുന്ന ശിക്ഷകളിൽ ഒരു പ്രബലമായത് എന്തിനാലുള്ളതാണ്, മൂത്രം ശുദ്ധിയാക്കാത്തതിനാലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫൈദാ അസാബത്ക നജാസ, നിന്നിൽ നജസ് വന്നാൽ ഫബാദിർ ഇലാ തത്ഹീരിഹാ മാ അംകനക, കഴിവിന്റെ പരമാവധി വേഗതയിൽ എന്ത് ചെയ്യണം, അതിന് ശുദ്ധി വരുത്താൻ നീ ധൃതി കാണിക്കണം. ലിതബ്ഖാ ത്വാഹിറൻ, നീ ശുദ്ധിയിൽ തന്നെ നിലകൊള്ളുന്നവനാകാൻ. ലാ സിയ്യമാ ഇൻദമാ തുരീദു സ്വലാ, പ്രത്യേകിച്ച് നമസ്കാരം ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമസ്കരിക്കാത്ത സമയമായാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ശുദ്ധി വരുത്തുക. ഫതഫഖദ് ഹാലക മിൻ ജിഹത്തി ത്വഹാറത്തി വഇൻദമാ തുരീദു ദുഖൂലി ഫിൽ മസ്ജിദി, അപ്പോൾ ശുദ്ധിയുടെ കാര്യത്തിൽ നീ നിന്റെ അവസ്ഥ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഇൻദമാ തുരീദു ദുഖൂലി ഫിൽ മസ്ജിദ്, അതേപോലെ തന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഫൻദുർ ഫീ അലൈക്, നിന്റെ ചെരുപ്പുകളിൽ എന്ത് ചെയ്യണം, നോക്കണം. ഫൈൻ വജദ്ത ഫീഹിമാ അദൻ, ആ ചെരുപ്പിൽ എന്തുണ്ടാൽ നീ മാലിന്യം കാണുകയാണെങ്കിൽ ഫംസഹുമാ വനഖ്തിഹിമാ, അതിനെ നീ തുടയ്ക്കണം, മണ്ണിൽ തുടയ്ക്കണം, എന്നിട്ട് അതിന് ശുദ്ധി വരുത്തണം. വലാ തദ്ഖുൽ ബിഹിമാ ഔ തുദ്ഖിൽഹുമാ ഫിൽ മസ്ജിദി വഫീഹിമാ നജാസത്തുൻ, അവ രണ്ടിലും നജസുള്ളതായ അവസ്ഥയിൽ നീ എന്ത് ചെയ്യാൻ പാടില്ല, നീ പള്ളിയിലേക്ക് അതുകൊണ്ട് പ്രവേശിക്കുകയോ അതിലേക്ക് പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. അതായത് മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മണ്ണ് ആണ് മസ്ജിദിലുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായും ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കുമായിരുന്നു. നബിയും സഹാബത്തൊക്കെ എന്ത് ചെയ്യും, ചെരുപ്പ് ധരിച്ചുകൊണ്ട് പള്ളിയിൽ നമസ്കരിക്കുമായിരുന്നു. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട്, ചെരുപ്പ് ധരിച്ച് നമസ്കരിക്കാൻ. ജൂത നസാറാക്കൾ അവരുടെ ആരാധനകളിൽ അവർ ചെരുപ്പഴിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമസ്കരിക്കുക. നിങ്ങൾ ചെരുപ്പിട്ട് നമസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് എന്ത് ചെയ്യുക, വിരോധം കാണിക്കുക, വൈരുദ്ധ്യമാവുക എന്നുള്ള കാരണത്താലും ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് ശർഈയായി അനുവദിക്കപ്പെട്ട കാര്യമാണ്, മുസ്തഹബായ കാര്യമാണ്. ചെരുപ്പിട്ട് നമസ്കരിക്കാൻ സാധിക്കുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം വിശ്വാസികൾ. ഇപ്പോൾ ഒരാൾ യാത്രയിലാണ്, പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ട ആവശ്യമില്ല, വഴിയരികിൽ നിസ്കരിക്കുകയാണ്, അവനാണെങ്കിൽ എന്ത് ചെയ്യാം, ചെരുപ്പിട്ട് നമസ്കരിക്കാം, അവൻ ചെരുപ്പൂരി നമസ്കരിക്കേണ്ടതില്ല. അതില്ലെങ്കിൽ ഒരാൾ ജനാസ നമസ്കരിക്കുകയാണ് പള്ളിയുടെ പുറത്ത് വെച്ച്, ഇവിടേക്കും പലപ്പോഴും അങ്ങനെയായിരിക്കും, ഹനഫി മുസല്ലകളിൽ സാധാരണ പള്ളിയുടെ പുറത്താണ് എന്ത് ചെയ്യുക, ജനാസ നമസ്കരിക്കുക. അപ്പോൾ ചെരുപ്പിട്ട് നമസ്കരിക്കാം, അവിടെ ചെരുപ്പ് അനുവദിക്കൂലേ, എനിക്കറിയില്ല. പള്ളിയുടെ പുറത്ത് ആണെങ്കിൽ ചെരുപ്പിട്ട് നമസ്കരിക്കാം. അതേപോലെ ഖബറിൻ്റെ അടുക്കൽ ജനാസ നമസ്കരിക്കാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. മയ്യത്ത് മറവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എത്താൻ സാധിച്ചില്ല, വന്നപ്പോഴത്തേക്കും മറവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഖബറിൻ്റെ അടുക്കൽ നമസ്കരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെ നമസ്കരിക്കും, ചെരുപ്പെല്ലാം ഊരിയിട്ടിട്ട് നമസ്കരിക്കുന്നത് കാണാം. അപ്പോൾ അവിടെ വേറൊരു മസലയുണ്ട് കേട്ടോ, അത് ഖബറിൻ്റെ അടുക്കൽ ചെരുപ്പിടാൻ പാടില്ല എന്നുള്ള വേറെ മസലയുണ്ട്. അപ്പോൾ ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. എന്നാൽ ഖബർസ്ഥാൻ തൊട്ടടുത്തല്ലാത്ത സമയങ്ങൾ, അതായത് ഖബർസ്ഥാനിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യണം, ചെരുപ്പ് ഊരിയിടുക എന്നുള്ളതാണ് ശർഈയായിട്ട് വേണ്ടത്. ഖബറിൻ്റെ ഇടകളിലൂടെ ചെരുപ്പിട്ട് ധരിക്കുക, നടക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്, വിലക്കിയിട്ടുണ്ട്. പക്ഷെ അത് ധാരാളമായി നമ്മുടെ നാടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, പാടില്ലാത്തതാണ്. ഖബറിലേക്ക് നടന്നു പോകുന്ന വഴികളിലൂടെ ചെരുപ്പിടാം. ഒരു ഹദീസിൽ കാണാം, എന്താണ്, ചെരുപ്പിൻ്റെ കാലടി ശബ്ദം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ശബ്ദം മയ്യത്ത് കേൾക്കും എന്ന് പറയുന്നുണ്ട്. അതായത് മറ്റേ മയ്യത്തിനെ ഖബറിൽ വയ്ക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും, അവരെല്ലാവരും തിരിഞ്ഞു പോകും. അപ്പോൾ ഈ ചെരുപ്പടി ശബ്ദം കേൾക്കും എന്ന് പറയുന്നത് അത് എന്താണ്, അതിലേക്കുള്ള വഴികളിലൂടെ ചെരുപ്പിടുന്നതിനെ കുറിച്ചാണ്. എന്നാൽ ഖബറുകളുടെ ഇടയിലൂടെ ചെരുപ്പിട്ട് നടക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്താണ്, മയ്യത്ത് ജനാസ നമസ്കരിക്കാൻ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലങ്ങളുണ്ടാവും, പള്ളിയല്ലാതെ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം, ചെരുപ്പിടൽ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളാണെങ്കിൽ ചെരുപ്പിടാം. വീട്ടിലൊരാൾ നമസ്കരിക്കുകയാണ്, വീട്ടിൽ ചെരുപ്പിടാൻ ഇട്ട് ധരിക്കുന്ന ചെരുപ്പുകളുണ്ട്. സുന്നത്തും മറ്റൊക്കെ നമസ്കരിക്കുമ്പോഴത്തേക്ക് ചെരുപ്പിട്ട് നമസ്കരിക്കുക, അതൊരു സുന്നത്തിന് എന്ത് ചെയ്യലാണ്, ഹയാത്താക്കലാണ്, ജീവിപ്പിക്കലാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ ചെരുപ്പ് നോക്കണം, ചെരുപ്പിൽ മാലിന്യങ്ങളുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, മണ്ണിലൊരച്ചിട്ട് ശുദ്ധിയാക്കണം. അപ്പം മണ്ണിലൊരച്ചാൽ എന്താകും, ശുദ്ധിയായി മാറും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചെരുപ്പിട്ട് നമസ്കരിക്കാം. ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സഹാബത്ത് എന്ത് ചെയ്തപ്പോൾ നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ നബി ചെരുപ്പ് ഊരി വെച്ചു. മസ്ജിദ് നബവിയിലുള്ള നടക്കുന്ന സംഭവമാണ്.
ചെരുപ്പ് ഊരി വെച്ചപ്പോൾ സഹാബികളും എന്ത് ചെയ്തു? പിന്നിൽ നിന്നവരെല്ലാവരും ചെരുപ്പ് ഊരി വെച്ചു. നബി നമസ്കാരം കഴിയുമ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചെരുപ്പ് ഊരിയത്? അപ്പോൾ അവർ പറഞ്ഞു, നബിയെ താങ്കൾ ഊരി, ഞങ്ങൾ ഊരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രീതിയിൽ ചെയ്യുന്നു അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യും? സഹാബികൾ പ്രാവർത്തികമാക്കാൻ, അതിനെ ഇത്തിബാ ചെയ്യാൻ അവർ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ നബി ഊരിപ്പോൾ അവരെന്ത് ചെയ്തു? ഉടനെ ഊരി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ചെരുപ്പിൻ്റെ താഴ്ഭാഗത്തിൽ മാലിന്യമുള്ളതായിട്ട് ആര് പറഞ്ഞു? ജിബ്രീൽ അലൈഹിസ്സലാം വഹയി നൽകി. ആ സമയത്താണ് ഞാൻ ഊരി വെച്ചത്. നിങ്ങളിൽ ഒരാൾ പള്ളിയിലേക്ക് വരുമ്പോൾ ചെരുപ്പിൻ്റെ താഴെ മാലിന്യമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, ഉണ്ടെങ്കിൽ അതിനെ വൃത്തിയാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്മേൽ നമസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന കൊടുത്തു. വഫഖല്ലാഹുൽ ജമീഅ ലിമാ യുഹിബ്ബുഹു വയർദാ മിനൽ ഖൗലി വൽ അമൽ. നാം ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന വാക്കുകളും പ്രവർത്തികളും ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതാണ് നജാസത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസന്നിഫ് നൽകിയിരിക്കുന്നതായ പാഠങ്ങൾ. ഇനി ഈ വിഷയത്തിൽ ത്വഹാറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണുള്ളത്. അത് സ്ത്രീകളുടെ ഹൈബ്, അതേപോലെ തന്നെ നിഫാസുമായി ബന്ധപ്പെട്ട ദീർഘമായൊരു അധ്യായമാണ്. ധാരാളം ആളുകൾക്ക് എപ്പോഴും വലിയ വലിയ സംശയങ്ങളുള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈബ് രക്തവും പലപ്പോഴും ഇസ്തിഹാദത്ത്, അതായത് രോഗരക്തമുണ്ടാകും. ഇത് തമ്മിൽ പരസ്പരം തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത അവസ്ഥയും, നമസ്കാരം ചിലപ്പോൾ നിർബന്ധമായിരിക്കും, ഹൈളാണ് എന്ന് കരുതി എന്ത് ചെയ്യുന്നു? നമസ്കാരം ഒഴിവാക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകലുണ്ട്. അപ്പോൾ എന്താണ് ഹൈദും ഇസ്തിഹാദത്തും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് വളരെ വിശാലമായ ഒരു അധ്യായമാണ് അവസാനമായി ഈ കിതാബിൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم. എന്തെങ്കിലും സംശയങ്ങളോ മറ്റുണ്ടോ ഈ വിഷയത്തിൽ? സാധാരണ ഈ പള്ളിയിലുള്ള